ഓക്കെ, എന്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാലോ അല്ലേ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫൈനലി നിർത്തിയത് ലാപ്ലേസ് ഇക്വേഷൻ ആണ്. ഇന്ന് എക്സാം എഴുതാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ എക്സാം എഴുതണേ. ഓക്കെ, നമ്മൾ എവിടെ പറഞ്ഞ് ലാപ്ലേസ് ഇക്വേഷൻ ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ലാപ്ലേസ് ഇക്വേഷൻ ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 0. വി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ആണ്. ഫോർ ചാർജ് ഫ്രീ റീജിയൻ ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 0. ഡെൽ സ്ക്വയർ എന്ന് പറയുന്നത് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ ആണ്. നമ്മൾ വിവിധ തരം ഡെൽ ഓപ്പറേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഗ്രേഡിയന്റ്, ഡൈവർജൻസ്, കേള്, അതേപോലെ മറ്റൊരു ഓപ്പറേറ്റർ ആണ് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ. ദെൻ നമ്മൾ ഇത് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 0. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്കിത് സോൾവ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മളിത് സോൾവ് ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചു. ഒന്ന് യൂളർ കോഷി മെത്തേഡും രണ്ട് ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനും. ഇങ്ങനെ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചു. ആ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ആൻസർ കിട്ടി. പൊട്ടൻഷ്യൽ വി വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് തീറ്റ. ഫൈ ഇല്ല. ഫൈ എന്ന് പറയുന്ന ആംഗിൾ, അസിമുത്തൽ ആംഗിള്, ഫൈ എന്ന് പറയുന്ന അസിമുത്തൽ ആംഗിള് കോൺസ്റ്റന്റ് ആണ്, സിമെട്രിക് ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പൊ ഫൈ ഇല്ല. Then v is a function of r theta which is equal to, നമുക്ക് ആൻസർ കിട്ടിയത് summation over L a r to the power L plus b divided by r to the power L plus 1 PL of cos theta. ഇതാണ് ലാപ്ലേസ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? വി ഷുഡ് ബി ഫൈനൈറ്റ്. വി ഷുഡ് ബി ഫൈനൈറ്റ്. ഓക്കെ, നമ്മൾ അസിമുത്തൽ ആംഗിൾ, അതായത് ഫൈ എന്ന് പറയുന്ന ആംഗിൾ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന റീജിയൻ, അല്ലെങ്കിൽ അസിമുത്തൽ സിമെട്രി ഉള്ള ഒരു പ്രോബ്ലം ആണ് എടുക്കുന്നത്. അസിമുത്തൽ സിമെട്രി ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്പിയർ എന്ന് പറയുന്നത് അസിമുത്തൽ സിമെട്രി ഉള്ള ഒരു പ്രോബ്ലം ആണ്. എല്ലാ സ്പിയറും അല്ല. ഈ അസിമുത്തൽ സിമെട്രി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വി ഇല്ലേ, വി എന്ന് പറയുന്ന ഫംഗ്ഷൻ, വി എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഫൈ എന്ന് പറയുന്നത് വേരിയബിൾ ഉണ്ടാവാതിരുന്നാൽ മതി. അതിനാണ് അസിമുത്തൽ സിമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് ഒന്നുകൂടെ ഞാൻ പറയാം, ഇപ്പൊ കയറി വന്നവർക്ക് വേണ്ടിയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു നിർത്തിയത് ലാപ്ലേസ് ഇക്വേഷൻ ആണ്. ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 0. ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 0 ഇലക്ട്രോഡൈനാമിക്സിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് ലാപ്ലേസ് ഇക്വേഷൻ. ലാപ്ലേസ് ഇക്വേഷൻ. ഓക്കെ, ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യണം. ഈ ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്.
അതിനെ സോൾവ് ചെയ്യാൻ നമുക്ക് രണ്ട് മെത്തേഡ് ആണുള്ളത്. ഒന്ന് യൂളർ കോഷി മെത്തേഡും രണ്ട് ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനും. അത് രണ്ടിലൂടെയും സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി v ഈക്വൽ ടു സമ്മേഷൻ ഓവർ എൽ എ ആർ ടു ദ പവർ എൽ പ്ലസ് ബി ഡിവൈഡഡ് ബൈ ആർ ടു ദ പവർ എൽ പ്ലസ് 1 പി എൽ ഓഫ് കോസ് തീറ്റ. ഇത് നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആ സൊല്യൂഷൻ കണ്ടെത്താനുള്ള മെത്തേഡ് ആണ് യൂളർ കോഷിയും ലെജൻഡറും. അതില് എയും ബിയും കോൺസ്റ്റൻസ് ആണ്. കോൺസ്റ്റൻസ് നമുക്ക് ഇനി കണ്ടെത്തേണ്ടിയിരിക്കണു. എൽ എന്ന് പറയുന്നത് സം നമ്പർ ആണ്, സം ക്വാണ്ടം നമ്പർ. പി എൽ ഓഫ് കോസ് തീറ്റ എന്ന് പറയുന്നത് ലെജൻഡർ പോളിനോമിയൽ ആണ്. ലെജൻഡർ പോളിനോമിയൽ കഴിഞ്ഞ ദിവസം ക്ലാസ് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഒന്നുകൂടെ പറയുന്നത്. ഓക്കെ, ലെജൻഡർ പോളിനോമിയൽ പി എൽ ഓഫ് കോസ് തീറ്റ. ദെൻ നമ്മൾ പറഞ്ഞു, നമ്മൾ സ്പിയർ ആണ് നമ്മളുടെ പ്രോബ്ലം. വി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കണം. അപ്പൊ നമ്മൾ രണ്ട് പോയിന്റ് എടുക്കുവാണ്. ഒന്ന് ആർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന സെന്ററും പിന്നെ ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റും. ഈ രണ്ട് പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോഴും വിയുടെ വാല്യൂ ഫൈനൈറ്റ് ആയിരിക്കണം. വിയുടെ വാല്യൂ ഫൈനൈറ്റ് ആണെന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അറ്റ് ആർ ഈക്വൽ ടു 0, അറ്റ് ആർ ഈക്വൽ ടു 0 അതെന്ന് പറയുന്നത് ഇൻസൈഡ് പോയിന്റ്, സ്പിയറിന്റെ ഇൻസൈഡ് പോയിന്റ് ആണല്ലോ അത്. ആർ ഈക്വൽ ടു 0 ഇട്ട് കൊടുത്താലേ ഈ ടേം 0യാ. ഈ ടേം 0 ഇട്ട് കൊടുത്താൽ ഈ ടേം ഇൻഫിനിറ്റി ആവും. അപ്പൊ ആർ ഈക്വൽ ടു 0യിൽ ആ ടേം ഇൻഫിനിറ്റി ആകും. അതിന്റെ അർത്ഥം ഈ സെക്കൻഡ് ടേം ഇൻസൈഡ് പൊട്ടൻഷ്യൽ ഉണ്ടാവാൻ പാടില്ല. ദെൻ വി ഇൻസൈഡിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, സമ്മേഷൻ ഓവർ എൽ എ ആർ ടു ദ പവർ എൽ പി എൽ ഓഫ് കോസ് തീറ്റ. അടുത്തത് ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് ഇട്ട് കൊടുക്കണം. ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ എ ആർ ടു ദ പവർ എൽ, ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോഴേ ഈ ടേമിൽ ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി ഇട്ട് കൊടുത്താൽ ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ ഫുൾ ടേം ഇൻഫിനിറ്റി ആകും. അപ്പൊ നമുക്ക് ഔട്ട്സൈഡ് പോയിന്റിൽ ഈ ടേം കാണാൻ പാടില്ല. ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി ഇട്ട് കൊടുത്താലേ ഫസ്റ്റ് ടേം ഇൻഫിനിറ്റി അല്ലേ, ദെൻ പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി ആകും. പൊട്ടൻഷ്യൽ ഫൈനൈറ്റ് ആയിരിക്കണം. അപ്പം ഔട്ട്സൈഡ് പോയിന്റിൽ ഫസ്റ്റ് ടേം കാണാൻ പാടില്ല. ദെൻ വി ഔട്ട്സൈഡ് എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ എൽ ബി ഡിവൈഡഡ് ബൈ ആർ ടു ദ പവർ എൽ പ്ലസ് 1 പി എൽ ഓഫ് കോസ് തീറ്റ. ഓക്കെ, ഇവിടം വരെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. കഴിഞ്ഞ ദിവസം ഇല്ലാത്തവർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്കിനി എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ എയും ബിയും എന്താണെന്ന് അറിയില്ല. നമുക്കത് കണ്ടെത്തണം. അത് നമുക്ക് കണ്ടെത്തണം. ഓക്കെ, ഇത് കണ്ടെത്താം. നമ്മൾ എയും ബിയും തമ്മിലുള്ള റിലേഷൻ എവിടെയോ എഴുതി വെച്ചിട്ടില്ലേ? എയും ബിയും തമ്മിലുള്ള റിലേഷൻ ബി എൽ ഈക്വൽ ടു എ എൽ ആർ ടു ദ പവർ 2l പ്ലസ് 1, ക്യാപിറ്റൽ ആർ ടു ദ പവർ 2l പ്ലസ് 1, എയും ബിയും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഏതെങ്കിലും ഒന്ന് കണ്ടെത്തിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ പ്രോബ്ലം എന്താന്ന് ചോദിച്ചാൽ എയും ബിയും കണ്ടെത്തണം. എയും ബിയും കണ്ടെത്താൻ പോവാണ്. ഓക്കെ, നമ്മളുടെ പൊട്ടൻഷ്യൽ വി വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ തീറ്റ
equal to summation over al r to the power l plus 1 plus, sorry, al r to the power l plus bl divided by r to the power l plus 1 pl of cos theta. ഇതാണ് പൊട്ടൻഷ്യൽ. നമ്മൾ എടുക്കുന്നത് നമ്മളുടെ സിസ്റ്റം സ്പിയർ ആണ്. സ്പിയർ. ദെൻ വി ഇൻസൈഡ് എന്തായിരുന്നു? വി ഇൻസൈഡ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം അല്ലേ? വി ഇൻസൈഡിൽ സെക്കൻഡ് ടൈം കാണാൻ പാടില്ല. സമ്മേഷൻ ഓവർ എൽ എ എൽ ആർ ടു ദ പവർ എൽ പി എൽ ഓഫ് കോസ് തീറ്റ. വി ഓൺ ദ സർഫസ് എന്ന് പറയുന്നത് വി ഇൻസൈഡ് അറ്റ് ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എ എൽ capital R to the power L PL of cos theta. Multiplying this term with PM of cos theta. Then നമുക്ക് കിട്ടും വി ഓൺ ഇൻറ്റു പി എം ഓഫ് കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എ എൽ ആർ ടു ദ പവർ എൽ പി എൽ ഓഫ് കോസ് തീറ്റ ഇൻറ്റു പി എം ഓഫ് കോസ് തീറ്റ. നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ടേംസ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ടേം എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to പൈ വി ഓൺ ഇൻറ്റു പി എം ഓഫ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഡി തീറ്റ. സൈൻ തീറ്റ ഡി തീറ്റ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് പറയാം. ഈക്വൽ ടു എ എൽ ക്യാപിറ്റൽ ആർ ടു ദ പവർ എൽ. അത് കോൺസ്റ്റന്റ് ആണല്ലോ. ഇന്റഗ്രൽ 0 to പൈ പി എൽ ഓഫ് കോസ് തീറ്റ പി എം ഓഫ് കോസ് തീറ്റ പി എൽ ഓഫ് കോസ് തീറ്റ പി എം ഓഫ് കോസ് തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ. ഈ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ സൈൻ തീറ്റ ഡി തീറ്റ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തത്. ഈ ടേം എവിടെയെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ? ഇത് ലെജൻഡർ പോളിനോമിയൽ ആണ്. അല്ല, സോറി, ഓർത്തോനോർമൽ കണ്ടീഷൻ ആണ്. ലെജൻഡർ പോളിനോമിയലിന്റെ ഓർത്തോനോർമൽ കണ്ടീഷൻ. നിങ്ങൾ ഒന്നുകൂടെ നോക്കുക. നമ്മളിവിടെ എന്താ ചെയ്തതെന്ന് നോക്കുക. നമുക്കിവിടെ എ എൽ കണ്ടുപിടിക്കണം. എ എല്ലും ബി എല്ലും കണ്ടുപിടിക്കണം. അതിനാണ് ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. ഞാൻ വി ഇൻസൈഡ് എടുത്തു, അതിനെ സർഫസിലേക്ക് മാറ്റി. ആ സർഫസിനെ ഞാൻ പിന്നെ ഒരു പി എം ഓഫ് കോസ് തീറ്റ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ശേഷം ഇന്റഗ്രേറ്റ് ചെയ്തു. ഇങ്ങനെ ചെയ്യുന്നത് ഈ ടേം കളയാൻ വേണ്ടിയാണ്. ദെൻ നമുക്ക് ആൻസർ കിട്ടും. അല്ല, ഈ ടേമിന് ഒരു വാല്യൂ ഉണ്ടല്ലോ. ഈ ടേമിന്റെ വാല്യൂ എന്താ? ഓക്കെ, ഇന്റഗ്രൽ 0 to പൈ പി എൽ ഓഫ് കോസ് തീറ്റ പി എം ഓഫ് കോസ് തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ. അതിന്റെ വാല്യൂ എന്താ? 2 divided by 2l plus 1 when l equal to m. 0 l not equal to m. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഡെൽറ്റ എൽ എം, ഓക്കെ, 2 divided by 2l plus 1 ഡെൽറ്റ എൽ എം. ഇത് ഈ ഡെൽറ്റ എൽ എം പറയുന്നത് ഡെൽറ്റ എൽ എം ഈക്വൽ ടു 0 വെൻ എൽ ഈക്വൽ ടു എം.
സോറി, ഈക്വൽ ടു 1. ഡെൽറ്റ എൽ എം ഈക്വൽ ടു 1 വെൻ എൽ ഈക്വൽ ടു എം ഈക്വൽ ടു 0, എൽ നോട്ട് ഈക്വൽ ടു എം. അതല്ലേ ഇത് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസറിന് ഇങ്ങനെ മാറ്റി എഴുതാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ദെൻ നമ്മളുടെ ഇതിങ്ങനെ മാറി. ഇന്റഗ്രൽ 0 to π വി ഓൺ എന്നാണ് ഞാൻ എഴുതിയത്. ഓക്കെ, വി ഓൺ പി എം ഓഫ് കോസ് തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ ഈക്വൽ ടു എ എൽ ക്യാപിറ്റൽ ആർ ടു ദ പവർ എൽ ഡിവൈഡ് ബൈ 2/2l plus 1 ഡെൽറ്റ എൽ എം. ദെൻ നമ്മളുടെ ആൻസർ ആയി ഇതിൽ നിന്ന് എ എൽ കണ്ടെത്താം. എ എൽ ഈക്വൽ ടു 1/2 into r to the power l delta l m 2l plus 1. മുകളിൽ 2l plus 1. 2l plus 1. അതായത് ഈ ടേമിനൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇന്റഗ്രൽ 0 to π വി ഓൺ പി എം ഓഫ് കോസ് തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ. ഇത് കാണാതെ പഠിക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ ഒരു എളുപ്പമാർഗമുണ്ട്. ഇത് പുസ്തകത്തിൽ തരുന്ന സ്റ്റാൻഡേർഡ് മെത്തേഡാണ്. എ എല്ലും കണ്ടെത്തണം, ബി എല്ലും കണ്ടെത്തണം. ബി എൽ എന്ന് പറയുന്നത് എ എൽ ഇൻറ്റു ക്യാപിറ്റൽ ആർ ടു ദ പവർ 2l plus 1 ആണ്. എ എൽ ഈ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടെത്തുക, ദെൻ ബി എൽ കണ്ടെത്തുക, നമ്മുടെ ആൻസർ ആവും. അങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യാം അല്ലേ? കറക്റ്റ് സ്റ്റാൻഡേർഡ് മെത്തേഡിൽ ഒരു പ്രോബ്ലം ചെയ്യാം. പിന്നെ എളുപ്പമുള്ള മാർഗം പറയാം. എളുപ്പമുള്ളത് ഭയങ്കര എളുപ്പമാണ്, ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഡൗട്ടൊന്നുമില്ല. ഓക്കെ, സ്റ്റാൻഡേർഡ് മെത്തേഡിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. Consider a spherical shell consider a spherical shell with radius capital R such that the potential on the surface is V on equal to K cos theta. V on equal to K cos theta, where K is some constant. Find V in and V out. ഇത്രയേ ഉള്ളൂ. സർഫസിലുള്ള പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് അവർ ചോദിക്കുകയാണ് ഇൻസൈഡ് പൊട്ടൻഷ്യലും ഔട്ട്സൈഡ് പൊട്ടൻഷ്യലും കണ്ടെത്താൻ. വി ഇൻസൈഡിന്റെ ഇക്വേഷൻ എന്താ? വി ഇൻസൈഡ് ഈക്വൽ ടു എ എൽ ആർ ടു ദ പവർ എൽ വി എൽ ഓഫ് കോസ് തീറ്റ. വി ഔട്ട്സൈഡ് എന്താ? വി ഔട്ട്സൈഡ് ഈക്വൽ ടു ബി എൽ ഡിവൈഡഡ് ബൈ ആർ ടു ദ പവർ എൽ പ്ലസ് 1 എൽ ഓഫ് കോസ് തീറ്റ. ഈ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണം?
എൽ എന്താണെന്ന് അറിയണം. പിന്നെ എയും ബിയും കണ്ടെത്തണം. എ എല്ലും ബി എല്ലും. പ്രോബ്ലം തീർന്നു. ഇതെങ്ങനെ ചെയ്യുമല്ലേ? എൽ എന്താണെന്ന് അറിയണം അല്ലേ? അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ വി ഓൺ നമുക്ക് തന്നിട്ടുണ്ട്, കെ കോസ് തീറ്റ. ഇതിനെ ലെജൻഡർ പോളിനോമിയലിന്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് it into the terms of Legendre polynomial. ഓക്കെ, ലിംഷ മൈക്കൊന്ന് ഓണാക്കുവോ? ഇന്നലത്തെ ക്ലാസ് കേട്ടോ? ഇന്നലത്തെ ക്ലാസ് കേട്ടോ? അതിന് മുമ്പത്തെ ക്ലാസ്സിലുണ്ടായിരുന്നോ? അതായത് ലാപ്ലേസും ബോയ്സും ഞാൻ ഒന്ന് പറഞ്ഞു തന്നാണല്ലോ, ആ ക്ലാസ്സിലുണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ, മൈക്കോട്ടെ. അയ്യോ, ആഷിക്ക് മൈക്കൊന്ന് ഓണാക്കി. അത് ഞാൻ മൈക്കൊന്ന് ഓണാക്കി. ഓക്കെ, ഒന്നുമില്ല, എനിക്ക് ആ ലെജൻഡർ പോളിനോമിയൽ ഒന്ന് പറഞ്ഞു തരണം. പി നോട്ട് ഓഫ് കോസ് തീറ്റ 1, പി 1 ഓഫ് കോസ് തീറ്റ കോസ് തീറ്റ, പി 2 ഓഫ് കോസ് തീറ്റ 1/2 into 3 cos square theta minus 3 cos square theta minus 1, p3 of cos theta 1/2 into 5 cos cube theta minus 3 cos theta. 5 cos cube theta minus 3 cos theta. കറക്റ്റ് അല്ലേ? അല്ലേ? ഓക്കെ. പിന്നെ P4 ഓഫ് കോസ് തീറ്റ, P5 ഓഫ് കോസ് തീറ്റ ഉണ്ട്. അത്രയൊന്നും നമുക്ക് വരില്ല. ബേസിക്കലി ഇത്രയും അറിഞ്ഞാൽ മതിയായിരിക്കും. ഇൻ ടേംസ് ഓഫ് തീറ്റ അറിയണം, ഇൻ ടേംസ് ഓഫ് എക്സും അറിയണം. Pn ഓഫ് കോസ് തീറ്റ, ഇതാണ് ലെജൻഡർ പോളിനോമിയൽ. നിങ്ങൾക്ക് P4ഉം P5ഉം കണ്ടുപിടിക്കാൻ ഞാനൊരു റിലേഷൻ എഴുതി തന്നിരുന്നു. റോഡ്രിഗസ് ഫോർമുല എന്ന് പറഞ്ഞ റിലേഷൻ എഴുതി തന്നിരുന്നു. ആ റോഡ്രിഗസ് ഫോർമുല ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് P4, P5, P6 എന്ത് വേണമെങ്കിലും കണ്ടെത്താം. അപ്പൊ ഇതാണ് ലെജൻഡർ പോളിനോമിയൽ. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മൾക്ക് തന്നിരിക്കുന്ന സർഫസ് പൊട്ടൻഷ്യലിനെ ലെജൻഡർ പോളിനോമിയലിന്റെ ടേംസിലേക്ക് മാറ്റണം. സിമ്പിൾ അല്ലേ? കോസ് തീറ്റ എന്ന് പറയുന്നത് P1 ഓഫ് കോസ് തീറ്റ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, K ഇൻറ്റു P1 ഓഫ് കോസ് തീറ്റ. ദെൻ AL ന്റെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. AL എന്ന് പറയുന്നത് 2L plus 1 divided by 2 to the power 2 into R to the power L. പിന്നെ ഒരു ഡെൽറ്റ എൽ എം ഉണ്ടല്ലേ, ഡെൽറ്റ എൽ എം മുകളിൽ താഴെ. ഓക്കെ, ഡെൽറ്റ എൽ എം ഇന്റഗ്രൽ 0 to pi V on into PM of cos theta sin theta d theta. Then 2L plus 1 divided by 2 to the power 2 into R to the power L delta LM ഇന്റഗ്രൽ 0 to pi. വി ഓൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഓണിൽ കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഞാൻ പുറത്തെടുത്തു. P1 ഓഫ് കോസ് തീറ്റ, PM ഓഫ് കോസ് തീറ്റ, സൈൻ തീറ്റ, ഡി തീറ്റ.
ഈ ഇക്വേഷൻ നമ്മൾ കുറച്ചു മുമ്പ് കണ്ടേ ഉള്ളൂ. എന്താ ഈ സംഭവം? ഓർത്തോനോർമൽ കണ്ടീഷൻ. ഈ ഈ ഈ ഈ സൈഡ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ? L = M ആയിരുന്നു. ഇവിടെ നമുക്ക് ഒരെണ്ണം 1 ആണ്, ദെൻ എമ്മും 1 ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇത് 0 ആയി പോകും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ വി ഓൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഞാൻ വി ഓൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഇക്വേഷൻ ഇങ്ങനെ വന്നു. ഇതിന്റെ വാല്യൂ എന്താ? ഇതാ ഓർത്തോനോർമൽ കണ്ടീഷൻ അല്ലേ? ഓർത്തോനോർമൽ കണ്ടീഷൻ, ലെജൻഡർ പോളിനോമിയലിന്റെ ഓർത്തോനോർമൽ കണ്ടീഷൻ. ലെജൻഡർ പോളിനോമിയലിന്റെ ഓർത്തോനോർമൽ കണ്ടീഷൻ ഞാൻ ഒന്നുകൂടെ എഴുതാം. ലെജൻഡർ പോളിനോമിയലിന്റെ ഓർത്തോനോർമൽ കണ്ടീഷൻ ഇന്റഗ്രൽ 0 to π PL of cos theta PM of cos theta sin theta d theta, which is equal to 2 divided by 2L plus 1 when L equal to M or 0. or 0. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ പ്രോബ്ലം ചെയ്തു വന്നപ്പോ നമുക്ക് ഇവിടെ ഓർത്തോനോർമൽ കണ്ടീഷൻ ആ രീതിയിൽ വന്നു. ബ്രേക്ക് ഉണ്ടോ? ഇപ്പോഴും പ്രശ്നമാണോ? എന്താ പറയുക? ബ്രേക്ക് ഉണ്ട്. ഓക്കെ, ഇപ്പൊ എന്താ പറഞ്ഞുകൊണ്ട് വന്നത്? അപ്പൊ നമ്മൾ ചെയ്തു വന്നപ്പോ നമ്മളുടെ ഓർത്തോനോർമൽ കണ്ടീഷനിലേക്ക് വന്നു. ഈ പാർട്ട് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ L = M ആയിരിക്കണം. ഇവിടെ ഒരെണ്ണം, ഇവിടെ L എന്ന് പറയുന്നത് 1 എന്ന ഒരു 1 എന്ന രീതിയിലാണ്. ഇപ്പൊ L തന്നെ 1 ആവണമെന്നില്ല, M ആയിരിക്കും 1. അതായത് ഒരെണ്ണം 1 ആണ്. ഓക്കെ, ഒരെണ്ണം 1 ആണ്. ഇനി അടുത്തതും 1 ആയാൽ മാത്രമേ ഇത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ 0 ആയി പോകും. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കൺക്ലൂഷൻ എഴുതാം. L = M = 1 എന്ന് എഴുതാം. L = M = 1 ആകുമ്പോൾ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിന്റെ ആൻസർ 0 ആണ്. നിങ്ങൾ അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരും, പക്ഷെ നിങ്ങളത് അങ്ങനെ മനസ്സിലാക്കണം. നമ്മൾ വി ഓൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വി ഓൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വന്നത് P1 of cos theta, PM of cos theta, sin theta d theta. ഈ പാർട്ട് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ L = M = 1 ആയിരിക്കണം. ഇനി നിങ്ങൾക്ക് വരുന്നത് ഇന്റഗ്രൽ 0 to π P3 of cos theta PM of cos theta sin theta d theta. ഇങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷനിൽ വന്ന ഇതിന്റെ അർത്ഥം എന്താ? L = M = 3 എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഒരു സിറ്റുവേഷൻ മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ സിറ്റുവേഷനിലും 0 ആണ്. സംഭവം അവിടെ മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ അവിടുന്നാണ് നമ്മൾ എല്ലിന്റെ വാല്യൂ മനസ്സിലാക്കുന്നത്. എല്ലിന്റെ വാല്യൂ 1 ആണെന്ന് നമുക്ക് അവിടുന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ എത്തിയിട്ടേ മനസ്സിലാക്കാൻ പാടുള്ളൂ കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് ഫസ്റ്റ് ടൈം PL-ഉം സെക്കൻഡ് ടൈം PM-ഉം ആണെന്ന്. അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇത് വെറും റെപ്രസെന്റേഷൻ മാത്രമാണ്. ഇവിടെ M എന്ന് തന്നെ ഇടണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ളത് ഇടാം. ഞാൻ K ഇട്ടാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. സം വാല്യൂ, സം റെപ്രസെന്റേഷൻ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് L = M = 1 എന്ന് കിട്ടി. ദെൻ L = M = 1 കിട്ടി. ദെൻ ALന്റെ ആൻസർ
എൽ ഈക്വൽ ടു 1 ആണല്ലോ. അപ്പൊ 2 ഇൻറ്റു 1 പ്ലസ് 1, അപ്പൊ 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആർ ടു ദ പവർ 1 കെ. ഡെൽറ്റ എൽ എം എന്ന് പറയുന്നത് വാല്യൂ 1 ആയി മാറും. ഡെൽറ്റ എൽ എം എൽ ഈക്വൽ ടു എം ഈക്വൽ ടു 1 എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അത് വാല്യൂ 1 ആയി മാറും. ഇത് പിന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എല്ലിന്റെ ഇക്വേഷൻ ഇടുമ്പോൾ ഡെൽറ്റ എൽ എം ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം എല്ലും എമ്മും 1 ആയാൽ മാത്രമേ അത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പം 3k ഡിവൈഡ് ബൈ 2 ആറ്. പിന്നെ ഇതിന്റെ അകത്ത് ഇന്റഗ്രേഷന്റെ വാല്യൂ എന്താ? 2 ഡിവൈഡ് ബൈ 2l പ്ലസ് 1 അല്ലേ? ദെൻ എൽ ഈക്വൽ ടു 1 ആണ്. അപ്പൊ 3k ഡിവൈഡ് ബൈ 2r ഇൻറ്റു 2/3 എന്ന് കിട്ടും. കട്ട് ചെയ്ത് പോകാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ k/r എന്ന് കിട്ടും. ഇതാണ് എല്ലിന്റെ വാല്യൂ. ദെൻ ബി എല്ലിന്റെ വാല്യൂ എന്താ? ബി എൽ ഈക്വൽ ടു AL into capital R power 2l plus 1. Then BL equal to AL എന്താ? K/R into capital R power L 1 അല്ലേ? 2 into 1 plus 1 3 equal to KR square. ഇതാണ് BL. ALും BLും ആയി. നമ്മളുടെ ആൻസർ ആയി. നിങ്ങൾ ഇതിന്റെ എളുപ്പമാർഗം പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് എളുപ്പമല്ലേ? ഇതിപ്പോ എന്താ പാട്? ഇനി എന്തിനാ വേറൊരു ഇക്വേഷൻ കാണാതെ പഠിക്കണേ? ഇത് പോരെ? ഓക്കെ. ദെൻ ആൻസർ വി ഇൻസൈഡ് എന്ന് പറയുന്നത് AL ഇൻറ്റു എന്താ ചെയ്യുക? ഞാൻ ഇപ്പൊ എന്താ ചെയ്യുക? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്തോട്ടെ? നിങ്ങൾക്ക് തീരെ പ്രശ്നമാണെങ്കിൽ നമുക്ക് നിർത്താം. ഓക്കെ. ഓക്കെ. നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കിപ്പോ ALും BLും കിട്ടി. ALും BLും കിട്ടി. അത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ALും BLും കിട്ടിയാൽ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ദെൻ വി ഇൻസൈഡ് എഴുതാം. വി ഇൻസൈഡ് എന്ന് പറയുന്നത് AL R to the power L PL of cos theta ആണ്. ദെൻ AL എന്താ? K/R സ്മോൾ r to the power 1 P1 of cos theta. ദെൻ ആൻസർ എന്ന് പറയുന്നത് K/R into small r cos theta. വി ഔട്ട് എന്താ? BL divided by small r to the power L plus 1 PL of cos theta. BL എന്ന് പറയുന്നത് K/R square divided by small r square cos theta. ഇതാണ് ആൻസർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് എളുപ്പമാർഗമല്ലേ? ഇത് ഈ പ്രോബ്ലം ഇതിനൊരു വേറൊരു എളുപ്പമാർഗം ഉണ്ട്. അത് ഞാൻ പറയണോ? ഇത് എളുപ്പമല്ലേ? ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ടി വരും അല്ലേ? ALന്റെയും BLന്റെയും ഇക്വേഷൻ. ഓക്കെ, ഞാൻ എളുപ്പമാർഗം പറഞ്ഞുതരാം. ഒരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് ഈസി ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞുതരാം. ഇതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പാ ചെയ്തതെന്നൊന്ന് ഓർത്തു നോക്കിയേ. നമുക്ക് സർഫസിലുള്ള പൊട്ടൻഷ്യൽ തരും.
സർഫസിലുള്ള പൊട്ടൻഷ്യൽ വരും. ആ പൊട്ടൻഷ്യലിനെ നമ്മൾ ലെജൻഡർ പോളിനോമിയലിന്റെ ടേംസിലേക്ക് മാറ്റി. അതിനുശേഷം എ എല്ലിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എ എല്ലിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എല്ലിന്റെ വാല്യൂ കിട്ടി, പിന്നെ എ എല്ലും കിട്ടി. അതിൽ നിന്നും നമ്മൾ ബി എൽ കണ്ടെത്തി. എ എല്ലും ബി എല്ലും കണ്ടെത്തിയാൽ പിന്നെ പൊട്ടൻഷ്യൽ കണ്ടെത്താൻ ഡയറക്റ്റ് ഇക്വേഷൻ. ഒരെണ്ണം കൂടെ ഈ സ്റ്റാൻഡേർഡ് മെത്തേഡിൽ ചെയ്യാം, അതിനുശേഷം ഈസി ആയിട്ടുള്ള വഴി പറഞ്ഞുതരാം. ഓക്കെ, അല്ലെങ്കിൽ ചോദിച്ചോ. നമ്മുടെ ഇപ്പോ വി ഔട്ടില് അല്ല, നമുക്ക് ഒരു സ്ഥലത്ത് നമുക്ക് എല്ലും ഈക്വൽ ടു എം എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും എൽ ഈക്വൽ ടു എം തന്നെ ആയിരിക്കും. ഇത് അങ്ങനെ ആയിരിക്കുന്ന കേസുകളിലെല്ലാം അങ്ങനെയായിരിക്കും. ഐ മീൻ അതിനൊരു വേറൊരു കേസ് വരും. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാൻ നോക്കട്ടെ, ഒരു എക്സാമ്പിൾ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ സ്ഥലത്തും എല്ലും എമ്മും ഒന്നായിരിക്കില്ല. അതെ, നമുക്കേ വി ഓൺ ഈക്വൽ ടു സംതിങ് പ്ലസ് സംതിങ് എന്ന് വരും. ഇവിടെ എല്ല് അല്ല, ആ ചോദ്യം ഒന്നുകൂടെ ചോദിച്ചേ, എല്ലാ സ്ഥലത്തും എൽ ഈക്വൽ ടു എം ആയിരിക്കുമോ എന്നാണോ ചോദ്യം? ഓക്കെ, ഞാൻ പറയാം. അല്ല, നമുക്ക് വി ഓൺ എന്ന് പറയുന്നത് സംതിങ് പ്ലസ് സംതിങ് തരും. ഈ കേസിൽ ചിലപ്പോൾ എൽ ഈക്വൽ ടു എം ഈക്വൽ ടു 1ഉം, ഈ കേസിൽ ചിലപ്പോൾ എൽ ഈക്വൽ ടു എം ഈക്വൽ ടു 2 ആയിരിക്കും. അങ്ങനെ വരാട്ടോ. അപ്പൊ നമ്മള് പ്രോബ്ലം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. വേണമെങ്കിൽ ഒരെണ്ണം ചെയ്തു നോക്കിക്കോ, ഞാൻ ക്വസ്റ്റ്യൻ തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മള് സെക്കൻഡ് ഇപ്പൊ പറഞ്ഞ പ്രോബ്ലം ഇല്ലേ, ഈ പ്രോബ്ലത്തില് നമുക്ക് വി ഇൻ എഴുതുമ്പം നമുക്ക് 2 എണ്ണം ഉണ്ടാവും, സംതിങ് പ്ലസ് സംതിങ്. ഇവിടെ എൽ ഈക്വൽ ടു എം ഈക്വൽ ടു 1 ഇട്ട് ചെയ്യണം, ഇവിടെ എൽ ഈക്വൽ ടു എം ഈക്വൽ ടു 2 ഇട്ടും ചെയ്യണം. വി ഔട്ട് എഴുതുമ്പോഴും അങ്ങനെ 2 എണ്ണം ഉണ്ടാവും, സംതിങ് പ്ലസ് സംതിങ്. അതേപോലെ ഇവിടെ ഒരു കേസിൽ എൽ ഈക്വൽ ടു എം ഈക്വൽ ടു 1, അടുത്ത കേസിൽ എൽ ഈക്വൽ ടു എം ഈക്വൽ ടു 2. എൽ ഈക്വൽ ടു എം ആയിരിക്കണം കേട്ടോ. എൽ ഈക്വൽ ടു എം ആകുമ്പോൾ മാത്രമേ ഇത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. എൽ ഈക്വൽ ടു എം അല്ലാത്ത സ്ഥലത്തൊക്കെ ഇത് 0 ആണ്. അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം 0 ആയിപ്പോയി. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. വി ഓൺ തന്നിട്ടുണ്ട്, വി ഓൺ ഈക്വൽ ടു കെ കോസ് സ്ക്വയർ തീറ്റ. എന്നിട്ട് അവർ നമ്മളോട് ചോദിക്കുവാണ് ഫൈൻഡ് വി ഇൻ ആൻഡ് വി ഔട്ട്. ലിമിഷ മൈക്കൊന്ന് ഉണക്കോ. ലിമിഷ, ഓക്കെ, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ് ലെജൻഡർ പോളിനോമിയൽസിന്റെ ടേംസിലേക്ക് മാറ്റുകയല്ലേ ഫസ്റ്റ് സ്റ്റെപ്പ്? അതെ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇതിനെ ലെജൻഡർ പോളിനോമിയൽസിന്റെ ടേംസിലേക്ക് മാറ്റണം. അപ്പൊ ആദ്യം ലെജൻഡർ പോളിനോമിയൽസ് എഴുതണം. പി നോട്ട് ഓഫ് കോസ് തീറ്റ ഈക്വൽ ടു 1, P1 of cos theta equal to cos theta, P2 of cos theta equal to 1/2 cos square theta, 3 cos square theta minus 1/2. ഇങ്ങനെയല്ലേ? Okay. P3 of cos theta equal to 1/2 into 5 cos. പറഞ്ഞോ. 5 cube theta minus 3 cos theta. Minus 3 cos theta. Okay. ഇപ്പൊ ഇവിടെ ഒരു കോസ് സ്ക്വയറാ വന്നിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കോസ് സ്ക്വയറിനെ എഴുതണം. അതിൽ നിന്ന് കോസ് സ്ക്വയർ എഴുതുമ്പോൾ 2p2 ഓഫ് കോസ് തീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 ആണ് കോസ് സ്ക്വയർ തീറ്റ. ഈ 1 എന്ന് പറയുന്നത് പി നോട്ട് ഓഫ് കോസ് തീറ്റ അല്ലേ. അപ്പോൾ നമുക്ക് കോസ് സ്ക്വയർ തീറ്റനെ ഇങ്ങനെ മാറ്റാൻ പറ്റും. കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 2p2 ഓഫ് കോസ് തീറ്റ പ്ലസ് പി നോട്ട് ഓഫ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 3. ഇതാണ് നമ്മളുടെ വി ഓൺ. ദെൻ വി ഓണിനെ നമുക്ക് എഴുതാം. വി ഓൺ ദ സർഫസ് ഈക്വൽ ടു കെ ഇൻറ്റു 2/3 p2 ഓഫ് കോസ് തീറ്റ പ്ലസ് കെ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു പി നോട്ട് ഓഫ് കോസ് തീറ്റ. ഇപ്പോൾ മാറ്റുന്നത് മനസ്സിലായല്ലോ അല്ലേ? നമുക്ക് തന്നിരിക്കുന്ന ടേംസിൽ കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. അപ്പോൾ അത് വെച്ച് കൺവേർട്ട് ചെയ്യണം. ഈ 1 വരും, ന്യൂമറേറ്ററിൽ 1 വന്നാൽ അതിനെ പി നോട്ട് ഓഫ് കോസ് തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ. ഇതില് നമ്മളിപ്പോ കോസ് തീറ്റ എന്നല്ലേ, അപ്പൊ 2p1 ഓഫ് കോസ് തീറ്റ ചെയ്താൽ ശരിയാവില്ല? നീ മനസ്സിലായില്ല? ഇല്ല. അത് ശരിയായില്ല. ഇങ്ങനെ തന്നെ ഇതേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ. ഇനി 2p1 ഓഫ് കോസ് തീറ്റ എടുത്താൽ ശരിയാവുമോ? അല്ല, ശരിയാകുവാണെങ്കിലേ നമുക്ക് ഇപ്പം നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ശരിയാകില്ല. പക്ഷെ 2p1 ഓഫ് കോസ് തീറ്റ എടുത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നതിൽ നമുക്ക് എന്തായാലും 2p1 ഓഫ് കോസ് തീറ്റ ഇടാൻ പറ്റില്ല. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴേ 3 ടേം ആയാൽ അതിനുള്ള ഓർത്തോനോർമൽ കണ്ടീഷൻ നമ്മുടെ കയ്യിലില്ല. അപ്പം പറ്റില്ല. ചിലപ്പോൾ വേറെ ഏതെങ്കിലും മെത്തേഡ് പറ്റുമായിരിക്കും. ഓക്കെ. ഇനിയിപ്പം AL കണ്ടെത്തണം. AL ഈക്വൽ ടു ALന്റെ ഇക്വേഷൻ നിമിഷ എന്ന് പറഞ്ഞു തരുമോ? നിമിഷ, ALന്റെ ഇക്വേഷൻ 2l plus 1 divided by 2 into r to the power l. ഡെൽറ്റ എൽ ഞാൻ ഇടുന്നില്ല. ഇന്റഗ്രൽ 0 to pi v on into pm of cos theta sin theta d theta. ഇതാണെന്ന് വിചാരിക്കുന്നു. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരണേ. ഞാൻ കാണാതെ എഴുതിയതാണ്. ഓക്കെ. ഇനി 2l plus 1 divided by 2 into capital R to the power L. വി ഓൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. വി ഓൺ 2 വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്റഗ്രേഷനെ 2 ഓ 2l plus 1 divided by r ഇതല്ലേ 2l plus 1 divided by r raised to l അല്ലേ? എന്താ പറയുക? താഴെ 2 ഇല്ലല്ലോ. താഴെ 2 ഉണ്ട്. AL താഴെ 2 ഉണ്ട്. ഒന്നുകൂടെ നോക്കിയാൽ മതി. AL താഴെ 2 ഉണ്ട്. ഓക്കെ. ദെൻ 0 to pi. നമ്മളതിനെ 2 ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു. 2k divided by 3 p2 of cos theta pm of cos theta sin theta d theta plus ആദ്യം കിടക്കുന്ന ടേം 2l plus 1 divided by 2 into capital R to the power L 0 to pi k divided by 3 p naught of cos theta pm of cos theta
സൈൻ തീറ്റ ഡി തീറ്റ. ഓക്കെ, ഇപ്പൊ നമുക്കിവിടെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്തു. ഈ കേസിൽ എൽ ഈക്വൽ ടു എം ഈക്വൽ ടു 2 ആണ്. ഈ കേസിൽ എൽ ഈക്വൽ ടു എം ഈക്വൽ ടു 0 ആണ്. അപ്പൊ അങ്ങനെ ചെയ്യണം. ദെൻ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ആൻസർ 2k ഡിവൈഡ് ബൈ 3 കോൺസ്റ്റന്റ് ആണല്ലോ, പുറത്തെടുക്കാം. ഇവിടെ 2 ഇട്ട് കൊടുക്കുമ്പോൾ 5/2 ഇൻറ്റു ആർ സ്ക്വയർ, ക്യാപിറ്റൽ ആർ സ്ക്വയർ, ഇൻറ്റു 2/2l + 1 അല്ലേ, 2 ഡിവൈഡ് ബൈ 5 പ്ലസ് ഇവിടെ എൽ ഈക്വൽ ടു എം ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ക്യാപിറ്റൽ ആർ ടു ദ പവർ 0 ഇൻറ്റു k ബൈ 3 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 1. ഇതിൻ്റെ ആൻസർ എൽ ഈക്വൽ ടു 5 കട്ട് ചെയ്തു, 2 കട്ട് ചെയ്തു, 2k ബൈ 3 ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ പ്ലസ് 2k ബൈ ഇവിടെ 2 2 കട്ട് ചെയ്തു, k ബൈ 3 അല്ലേ, k ബൈ 3. ഇങ്ങനെയാണോ കിട്ടുക എന്നൊന്ന് കൺഫേം ചെയ്യോ? ഇങ്ങനെയാണ് കിട്ടുക? നിങ്ങൾ തന്നെ ചെയ്യൂ. അതെ, എനിക്ക് മാത്തമാറ്റിക്കൽ എറർ വരും. ഞാനിങ്ങനെ ബോഡി ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പാടുണ്ട് അതിൻ്റെ. ഇങ്ങനെയാണോ അത് ഞാൻ കിട്ടിയത്? ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പൊ എൽ കിട്ടി. ഇനി ബി എൽ എഴുതണം. ഇതിൽ നിന്ന് ബി എൽ എന്ത് കിട്ടും? ബി എൽ ഈക്വൽ ടു എ എൽ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ ടു ദ പവർ എൽ പ്ലസ് 1 അല്ലേ ബി എൽ എന്ന് പറയുന്നത്? സോറി, അല്ല, എ എൽ ഇൻറ്റു ക്യാപിറ്റൽ ആർ ടു ദ പവർ 2l + 1. ദെൻ എൽ നമുക്ക് 2 എണ്ണം ഉണ്ട്, അതേപോലെ ബി എല്ലും നമുക്ക് 2 എണ്ണം കിട്ടും. 2k ഡിവൈഡഡ് ബൈ 3 ക്യാപിറ്റൽ ആർ സ്ക്വയർ ഇൻറ്റു ആർ ടു ദ പവർ. ഫസ്റ്റ് കേസിൽ എൽ ഈക്വൽ ടു എം ഈക്വൽ ടു 2 ആയിരുന്നു, ഇവിടെ ആർ ടു ദ പവർ 5 എന്ന് കിട്ടും, പ്ലസ് k ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ക്യാപിറ്റൽ ആർ. സെക്കൻഡ് കേസിൽ എൽ ഈക്വൽ ടു എം ഈക്വൽ ടു 0 ആയിരുന്നു, ആർ ടു ദ പവർ 1 എന്ന് കിട്ടും. കട്ട് ചെയ്ത മോളിലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ 2k ബൈ 3 ആർ ക്യൂബ് പ്ലസ് k ബൈ 3 ആർ. ഇതാണ് ആൻസർ. ഇതാണ് ബി എൽ. ഇനി നമുക്ക് ഓൺ ദ സർഫസ് എഴുതാം, പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ്. അപ്പൊ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് എൽ 2 ടേം കിട്ടിയതുപോലെ ബി എല്ലും 2 ടേം കിട്ടും. ആ 2 ടേമിലും എല്ലിന്റെ വാല്യൂ വേറെ ആയിരിക്കും. ഓക്കെ, then v inside equal to 2k divided by 3r square plus k by 3 into pl of cos theta. ഇവിടെയും പ്രശ്നമുണ്ട്. ഇവിടെ ഈ pl of cos theta അകത്തേക്ക് എടുക്കണം. ഫസ്റ്റ് ടേമിൽ എൽ എന്ന് പറയുന്നത് 2ഉം സെക്കൻഡ് ടേമിൽ എൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമുക്ക് ഇങ്ങനെ കിട്ടും 2k by 3r square into P2 of cos theta plus k by 3 into P0 of cos theta. അതെ, ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തോ? എ എൽ ആർ ടു ദ പവർ എൽ പി എൽ ഓഫ് കോസ് തീറ്റ. ഓക്കെ, ഇവിടെ ഒരു ആർ ടു ദ പവർ എല്ലും ഉണ്ട്, ആർ ടു ദ പവർ എൽ. അപ്പൊ ആർ ടു ദ പവർ എൽ ഇവിടെ വരുമ്പോൾ ഇവിടെ ആർ സ്ക്വയർ ആയിരിക്കും, ഇവിടെ ആർ ടു ദ പവർ 1 എന്ന് കിട്ടും. ദെൻ ആൻസർ ഞാൻ ഒന്നുകൂടെ എഴുതാം. 2k സ്മോൾ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ
P2 of cos theta plus K/3 P0 of cos theta. ഇതാണ് വി ഇൻസൈഡ്. അതേപോലെ വി ഔട്ട്സൈഡ് എഴുതണം. ഇത് ചിലപ്പോൾ അവർ ഓപ്ഷനിൽ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ടായിരിക്കും കേട്ടോ തരിക. അത് നിങ്ങൾ ഓപ്ഷൻ അനുസരിച്ച് മാറ്റിക്കോണം. ചിലപ്പോൾ P2 ഓഫ് കോസ് തീറ്റനെ അവർ ആ വാല്യൂ 1/2 × 3 cos square theta -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടായിരിക്കും തരിക. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ എഴുതിയേ ഉള്ളൂ. Then V out equal to V out എന്തായിരുന്നു? BL divided by R to the power L plus 1 PL of cos theta. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ BL എന്ന് പറയുന്നത് 2KR³/3 into R³ small r³ P2 of cos theta plus K/3 capital R divided by small r P0 of cos theta. K into capital K/3 ക്യാമറ. ഓക്കെ, ഇതാണ് ആൻസർ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ അറിയണം? ലെജൻഡർ പോളിനോമിയൽ അറിയണം. സാധാരണ ആദ്യത്തെ ആ 4 വെച്ചേ നിങ്ങൾ ചോദിക്കാറുള്ളൂ. ഇനി ഇപ്പൊ എന്താ പറയുക, അതിൽ കൂടുതൽ ചോദിക്കാൻ സാധ്യതയില്ല. ആദ്യത്തെ 4 P0, P1, P2, P3 അത് മാത്രം മതിയായിരിക്കും. ദെൻ ലെജൻഡർ പോളിനോമിയൽ അറിയണം, ALന്റെ ഇക്വേഷൻ അറിയണം, പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ അറിയണം. ALന്റെ ഇക്വേഷൻ ഒന്നുകൂടെ ഒന്ന് എഴുതാം. AL ഈക്വൽ ടു, ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങൾ എഴുതണ്ട, നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. AL ഈക്വൽ ടു 2L plus 1 divided by 2 into capital R to the power L integral 0 to pi V on Pm of cos theta sin theta d theta. ഓക്കെ, നമ്മളുടെ ഓർത്തോനോർമൽ കണ്ടീഷൻ ഒന്ന് എഴുതാം. 0 to pi PL of cos theta PM of cos theta sin theta d theta. Then ഇതിന്റെ ആൻസർ 2 divided by 2L plus 1 delta L. ഇതിന്റെ പേര് ക്രോണിക്കൽ ഡെൽറ്റ എന്നാണ്. ക്രോണിക്കൽ ഡെൽറ്റനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്രോണിക്കൽ ഡെൽറ്റ LM equal to 1 when L equal to M equal to 0 L not equal to M. ക്രോണിക്കൽ ഡെൽറ്റ സ്പെല്ലിംഗ് ഒന്നും എനിക്കറിയില്ല. ക്രോണിക്കൽ സ്പെല്ലിംഗ് ഇത് തെറ്റാ, ഇങ്ങനെയല്ല എന്തായാലും സ്പെല്ലിംഗ്. ക്രോണിക്കൽ ഡെൽറ്റ അങ്ങനെയാണെന്ന് തോന്നുന്നു വിളിക്കുന്നത് പേര്. ഓക്കെ, സംതിങ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും എവിടെയെങ്കിലും? ഇനി എളുപ്പമാർഗം പറഞ്ഞു തരട്ടെ. മുമ്പത്തെ സ്ലൈഡ് ഒന്നുകൂടെ. മുമ്പത്തെ സ്ലൈഡ്. ഓക്കെ. ഓക്കെ, ഇനി എളുപ്പമാർഗം പറഞ്ഞുതരാം. ഇതും വലിയ പാടൊന്നുമല്ല. ALന്റെ ഇക്വേഷൻ കാണാതെ പഠിക്കണം. പിന്നെ ALും BLും തമ്മിലുള്ള റിലേഷൻ അറിയണം. ഓക്കെ, ഇനി എളുപ്പമാർഗം. V on നമുക്ക് തരും. It's a function of theta. Then express in terms of Legendre polynomial. Same step തന്നെ. ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു എക്സാമ്പിൾ ആയിട്ട് V on of theta എന്ന് പറയുന്നത് some constant into PL of cos theta plus some other constant into PM of cos theta plus some other constant into Pn of cos theta plus etc. എത്ര ടൈംസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നമുക്ക് തന്നിരിക്കുന്നതിനെ ലെജൻഡർ പോളിനോമിയലിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അടുത്ത സ്റ്റെപ്പ് ഒന്നുമില്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതാൻ മാത്രമേ ഉള്ളൂ. വി ഇൻ ഈക്വൽ ടു എ ഇൻറ്റു സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ടു ദ പവർ എൽ പ്ലസ് to the power L. Small r divided by capital R to the power L. L of cos theta plus B into small r divided by capital R to the power M. Pm of cos theta plus C into small r divided by capital R to the power N. Pn of cos theta. ആകെ ഇത്രയേ ഉള്ളൂ ഇൻസൈഡ് ദ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സ്മോൾ ആർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ ടു ദ പവർ എൽ, അത് വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം. എല്ലിന്റെ വാല്യൂ മാറുന്നുണ്ടെങ്കിൽ മാറ്റണം, അത്രേ ഉള്ളൂ. മനസ്സിലായോ? ദെൻ വി ഔട്ട് ഈക്വൽ ടു എ ഇൻറ്റു ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ ടു ദ പവർ എൽ പ്ലസ് 1 PL of cos theta plus B into capital R divided by small r to the power L plus 1 Pm of cos theta plus C into capital R divided by small r to the power L plus 1 Pn of cos theta. എക്സെട്ര ഉണ്ടെങ്കിൽ പ്ലസ് എക്സെട്ര. ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ പ്രോബ്ലം കഴിഞ്ഞു. ഇൻസൈഡ് ആണെങ്കിൽ സ്മോൾ ആർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ ടു ദ പവർ എൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഔട്ട്സൈഡ് ആണെങ്കിൽ ക്യാപിറ്റൽ ആർ ഡിവൈഡ് ബൈ സ്മോൾ ആർ ടു ദ പവർ എൽ പ്ലസ് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. തിരിഞ്ഞു പോകാതെ നോക്കണം. നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലേ നമുക്കിത് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ആൻസർ സെയിം ആണോ നോക്കാം. ഓക്കെ, ഇപ്പോൾ ചെയ്ത പ്രോബ്ലം ഇത് എഴുതി കഴിഞ്ഞല്ലോ. ഇതെന്തെങ്കിലും ആവശ്യമുണ്ടോ? ഓക്കെ, ഇപ്പൊ എല്ലാ ടൈമിലും L plus 1 ആണോ? അതെ അതെ. ഓക്കെ, മേളില് വി ഇന്നില് എല്ലാ ടൈമിലും എല്, സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ടു ദ പവർ എല്. വി ഔട്ടില് ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ ടു ദ പവർ എൽ പ്ലസ് 1. ഇത് തിരിഞ്ഞു പോകാതെ പ്രത്യേകം നോക്കണേ. അവര് പറഞ്ഞോ. ഓക്കെ, എം പ്ലസ് 1 എൻ പ്ലസ് 1. ഓക്കെ. അതെ, അത് നമ്മളിപ്പോ കണ്ടില്ലേ. അങ്ങനെയാണ് നമുക്ക് സംതിങ് പ്ലസ് സംതിങ് ഉണ്ടാവുമ്പം ഇവിടെ എല്ലിന്റെ വാല്യൂ ഏതാണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടുത്തെ എല്ലിന്റെ വാല്യൂ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയുള്ളൂ, അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഇവിടെ എൽ ഈക്വൽ ടു 2 ആണെങ്കിൽ ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ എൽ ഈക്വൽ ടു 3 ആണെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഞാൻ ഡിഫറെന്റ് വാല്യൂസ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് എൽ എം എൻ എന്ന് എടുത്തത്. ഇപ്പൊ എല്ലാം സെയിം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അല്ല ഇപ്പൊ ചെയ്ത പ്രോബ്ലം ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം. ഇപ്പൊ ചെയ്ത പ്രോബ്ലം ഇതായിരുന്നു, k ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഇതിനെ നമ്മളുടെ ലെജൻഡർ പോളിനോമിയലിന്റെ ടേംസിലേക്ക് മാറ്റി. ലെജൻഡർ പോളിനോമിയൽസിന്റെ ടേംസിലേക്ക് മാറ്റിയപ്പോൾ നമുക്ക് കിട്ടിയത് 2k ഡിവൈഡ് ബൈ 3 P2 ഓഫ് കോസ് തീറ്റ പ്ലസ് k ബൈ 3 P നോട്ട് ഓഫ് കോസ് തീറ്റ. ഇങ്ങനെയാണ് കിട്ടിയത്. വി ഇൻസൈഡ് ആയിരിക്കുമ്പോൾ സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ അല്ലേ? അതെ. അപ്പോൾ സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 2k ബൈ 3 ഇൻറ്റു സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ടു ദ പവർ എൽ. ഇവിടുത്തെ എൽ എന്താ? 2. P2 ഓഫ് കോസ് തീറ്റ പ്ലസ് k ബൈ 3 ഇൻറ്റു സ്മോൾ ആർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ ഇൻറ്റു ഇവിടുത്തെ എൽ എന്താ? 0. P നോട്ട് ഓഫ് കോസ് തീറ്റ. ഇതല്ലേ നമുക്ക് കിട്ടിയത്? 2k ബൈ 3 സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ഹോൾ സ്ക്വയർ.
P2 of cos theta. K by 3. എന്തിനെങ്കിലും പവർ റേസ് ടു 0 എടുത്താൽ അത് 1 അല്ലേ? ഈ ടൈം 1 ആയി പോകും. P0 of cos theta. Then V out എന്താ കിട്ടുന്നത്? 2k by 3 into capital R divided by small r into L plus 1. So 2 plus 1, 3. P2 of cos theta plus k by 3 into capital R by small r into L plus 1. So 0 plus 1, 1. P0 of cos theta. തന്നെയല്ലേ കിട്ടിയേക്കുന്നതെന്ന് നോക്കിയേ. 2k by 3 capital R by small r whole to the power cube P2 of cos theta plus k by 3 whole power 1 P0 of cos theta. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വേഗം ചോദിച്ചേ ആർക്കെങ്കിലും. ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് എഴുതിയിടാം, നിങ്ങളൊന്ന് വേഗം ചെയ്യണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, V on equal to V0 cos square theta. Find V at R equal to 2R. ഒരു മിനിറ്റ്. V on equal to V0 cos square theta for spherical shell of radius capital R. So radius capital R. Find potential V at R equal to 2R. 2 capital R. ഇതെന്താ പറഞ്ഞേക്കുന്നത്? R equal to 2R എന്ന് പറയുന്ന പോയിന്റ് ഷെല്ലിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ. അപ്പൊ R equal to 2R എന്ന് പറയുന്ന പോയിന്റ് എന്തായാലും ഔട്ട്സൈഡ് ആയിരിക്കും. R equal to 2R എന്ന് പറയുന്ന പോയിന്റ് എന്തായാലും ഔട്ട്സൈഡ് ആയിരിക്കും. അപ്പൊ V ഔട്ടാണ് അവർ ചോദിച്ചിരിക്കുന്നത്. കണ്ടെത്തിയാൽ മതി. ചെയ്തോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാ, V on equal to K cos theta. Find V in and V out. രണ്ടൊന്ന് വേഗം ചെയ്യും. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, 3. V on equal to K sin square theta. ഒന്ന് നോക്കിക്കേ, ഇതിനെ നമുക്ക് കോസ് തീറ്റയിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റും? സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇവിടെ V ഇന്നും ആൻഡ് V ഔട്ടും കണ്ടെത്തുക. തന്നെ ചെയ്യില്ലേ?
നിങ്ങളിത് വി ഓൺ ഈക്വൽ ടു കെ കോസ് തീറ്റ നമ്മൾ ചെയ്തതല്ലേ? ചെയ്താണോ? എന്നാൽ ചെയ്യണ്ട. എന്നാലേ അതിന് പകരം വേറൊന്നും ചെയ്തോ. കെ കോസ് ക്യൂബ് തീറ്റ, കെ കോസ് ക്യൂബ് തീറ്റ. ഒരെണ്ണം കൂടെ തരാം, 4. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ടോ. ഞാൻ അടുത്തതിലേക്ക് പോവുകയാണ്. വി ഓൺ ഈക്വൽ ടു കെ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഇതെല്ലാം ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. എന്നിട്ട് എനിക്കൊന്ന് അയച്ചു തരണേ. ഇന്നത്തെ എക്സാം എഴുതാത്തവർ എക്സാം എഴുതണം. ഓക്കെ. ഓക്കെ, ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഹോംവർക്ക് ആയിട്ട് എഴുതിയാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ആവുകയാണെങ്കിലേ മൈക്ക് ഓൺ ആക്കി പറയണം കേട്ടോ. എനിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് തൽക്കാലം കാണാൻ പറ്റില്ല. മൈക്ക് ഓൺ ആക്കി പറയാം. ഓക്കെ. അടുത്തത് ഒരു ചെറിയൊരു കാര്യം എഴുതാറുണ്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ചെറിയൊരു നോട്ടാണ്, ചെറുതാണ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ചാർജ് Q placed in a electric field E, and potential and electric potential V. നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് ഒരു റീജിയണിൽ. ആ റീജിയണിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് ഒരു റീജിയണിൽ. ആ റീജിയണിൽ മറ്റൊരു ചാർജ് Q എന്ന് പറയുന്ന ഒരു ചാർജ് കൊണ്ടുവന്നു. ഈ പോയിന്റ്, ഈ P എന്ന് പറയുന്ന പോയിന്റിൽ Q എന്ന് പറയുന്ന ചാർജ് കൊണ്ടുവന്നു. ദെൻ ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഒരു പർട്ടിക്കുലർ ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാകും, ഒരു പൊട്ടൻഷ്യലും ഉണ്ടാകും. ഈ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? സോഴ്സ്. ദെൻ ഇതിനൊരു എനർജി എക്സ്പീരിയൻസ് ചെയ്യും. Q എന്ന് പറയുന്ന ചാർജ് E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിലും V എന്ന് പറയുന്ന പൊട്ടൻഷ്യലിലും ഇരിക്കുമ്പോൾ അതിനൊരു എനർജി എക്സ്പീരിയൻസ് ചെയ്യും. അതിനൊരു എനർജി ഉണ്ടാവും. ആ എനർജിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഈ ഇലക്ട്രിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നത് വേറൊരു സോഴ്സ് ആണ്, പൊട്ടൻഷ്യലും ആ സോഴ്സ് മൂലമാണ്. ലെറ്റ് E is the electric field produced by Q2 and V is produced by Q2. Then electric potential energy U equal to then electric potential energy of Q1 എന്ന് എഴുതണേ. Q2ന്റെ ഫീൽഡ് മൂലം Q1ൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന എനർജിയാണ്. Q1 into V Q2 എന്ന് എഴുതിക്കോ. Where VQ2 is the potential due to Q2. നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ. Q2 എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്.
ഒരു ചാർജ് ഉണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, പൊട്ടൻഷ്യലും ഉണ്ടാവും. ദെൻ അവിടെ നമുക്ക് മറ്റൊരു Q1 എന്ന് പറയുന്ന ഒരു ചാർജ്, ഇതിനൊരു എനർജി ഉണ്ടാവും. ഈ ഫീൽഡിൽ ഇരിക്കുമ്പോൾ ഇതിനൊരു എനർജി ഉണ്ടാവും. ആ എനർജിയുടെ ഇക്വേഷൻ ആണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് തിരിച്ചു പറയാം. Q1 എന്ന് പറയുന്ന ചാർജ്, അതിനൊരു ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും ഉണ്ടാവും. അവിടെ Q2 ഇരിക്കുകയാണ്. ദെൻ ഈ Q2ന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താ? U ഈക്വൽ ടു Q2 ഇൻറ്റു VQ1. മായ്ച്ചു കളയോ? അത് ഇത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ദെൻ നിങ്ങൾക്ക് എഴുതാം പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താ? ഡ്യൂ ടു എ സിംഗിൾ ചാർജ് K ഇൻറ്റു Q2 ഡിവൈഡഡ് ബൈ R12 എന്ന് എഴുതി. R12 എന്ന് പറയുന്നത് Q1ഉം Q2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Q1 ആൻഡ് Q2. Then potential energy equal to K into Q1 Q2 divided by R12. That distance. ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഫോർ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് കുറേ ചാർജ് ഉണ്ടെങ്കിൽ ഫോർ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ potential energy equal to K into Q1 Q2 divided by R12 plus Q2 Q3 divided by R23 plus etc. Then ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, summation over I not equal to J K into Qi Qj divided by Rij. Qi Qj divided by Rij. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എഴുതുമ്പോഴേ Q1 Q2 എന്ന് പറയുന്നത് തന്നെയായിരിക്കും Q2 Q1 എന്ന് പറയുന്നത്. ഇത് ഒറ്റ ടേമേ വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ സമ്മേഷൻ ഇട്ട് എഴുതുമ്പോൾ Q1 Q2ഉം വരും, Q2 Q1ഉം വരും. അപ്പോൾ അതിനെ കളയാൻ വേണ്ടി ഒരു ഹാഫ് വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ഒരു ജനറൽ ഫോർമുല മാത്രമാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇവിടെ 1/2 വരുന്നത് നമ്മൾ ഈ ജനറൽ ഫോർമുല എഴുതി പോകുമ്പോഴേ K ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ R12 പ്ലസ് K ഇൻറ്റു Q2 Q1 ഡിവൈഡ് ബൈ R12 അങ്ങനെ ഒരു ടേം വരും. ആ ടേം വരാതിരിക്കാൻ വേണ്ടിയാണ് R12 അല്ലെങ്കിൽ R21 എന്ന് പറഞ്ഞാൽ രണ്ട് ഇത് ഒറ്റ എനർജി അല്ലേ ഉള്ളൂ, രണ്ട് ടേമും വരാൻ പാടില്ല. അതുകൊണ്ടാണ് ആ ജനറൽ ഫോർമുലയുടെ ഫ്രണ്ടിൽ ഒരു ഹാഫ് ഇട്ടത് കേട്ടോ. വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഈ ഇക്വേഷൻ ഓർത്തെഴുതാൽ മതി, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഓർത്തെഴുതാൽ മതി. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ ഇങ്ങനെ മാറും. ഫോർ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനും കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനും എന്താണെന്ന് അറിയാത്ത ആരും ഇല്ലല്ലോ. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വൽ ചാർജസിനെ നമുക്ക് അറിയാൻ പറ്റും. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക്, അതായത് കുറെ ഡിസ്ക്രീറ്റ് ഒരുമിച്ചിരിക്കുന്ന ഒരു ഡിസ്ക്, അതിനൊരു ചാർജ് ഡെൻസിറ്റി ഒക്കെ ഉള്ളത്. ഓക്കെ, ഫോർ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ U പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഇന്റഗ്രൽ du which is equal to integral V dq. അത് വെച്ച് പ്രോബ്ലം ചെയ്യാവുന്നില്ല. ഓക്കെ, എന്തായാലും മൾട്ടിപോൾ എക്സ്പാൻഷൻ എടുത്താൽ ഒന്നും ആകില്ല, പിന്നെ അടുത്ത ദിവസത്തേക്ക് എടുക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് സമയം
ഓക്കെ, എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഡൗട്ട് എന്തെങ്കിലും ഉള്ളവർ നിന്നാൽ മതി. ഇന്നത്തെ എക്സാമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. താങ്ക് യു. ക്ലാസ് നമ്മൾ കഴിഞ്ഞു. ഞാൻ അടുത്ത ക്ലാസ്സിൻ്റെ ഷെഡ്യൂള് ഞാൻ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ ഇട്ടേക്കാം.